വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതൃവിദ്യാലയമായ തെക്കേനട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ബഷീർ അനുസ്മരണം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ വിദ്യാലയമാണ് തെക്കേനട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ വർഷത്തെ ബഷീർ ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനം ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവ് ഡി മനോജ് നിർവഹിച്ചു. അത്രയും വലിയൊരു എഴുത്തുകാരനെ രൂപപ്പെടുത്തിയ ആ ഇടത്ത് തന്നെയാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ബഷീറിൻ്റെ എഴുത്തിനെ രൂപപ്പെടുക, അത് ബഷീറിൻ്റെ മാത്രമല്ല, മറ്റെല്ലാ എഴുത്തുകാരുടെയും എഴുത്തിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. നമ്മൾ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത് മറ്റു പല വിധങ്ങളിലുമായിരിക്കും. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണമെന്നില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. ഭൂമിയുടെ അവകാശികൾ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട് എന്നുള്ളതാണ്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിനിമോൾ അധ്യക്ഷയായ യോഗത്തിൽ നിഷ ടി.ആർ. സ്വാഗതം ആശംസിച്ചു. ബഷീർ ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ വൈക്കം ഉപജില്ലാതല ക്വിസ് മത്സരം, ചിത്രരചനാ മത്സരം എന്നിവയുടെ വിജയികൾക്ക് വാർഡ് കൗൺസിലർ രാധിക ശ്യാം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ടി.ജി. പ്രേംനാഥ്, ആശ ജോസഫ്, കെ.പി. ഹരി, അഭിലാഷ് വി, ലളിത ടി.ജി, സിന്ധു എൻ തുടങ്ങിയവർ സംസാരിച്ചു. നോവലുകളായാലും കവിതകളായാലും എല്ലാം രചിച്ച് മിടുമിടുക്കന്മാരായി ഭാവിയിൽ കാണട്ടെ എന്നാണ്. വിഷൻ ന്യൂസ്, വൈക്കം.